ഹലോ, തിരക്കുള്ള എല്ലാ കൂട്ടുകാർക്കും എന്റെ നമസ്കാരം. ക്യുക്കുംബർ കൊണ്ട് സാധാരണയായി സാമ്പാറും കറികളും മറ്റ് പലഹാരങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ അംശം കൊണ്ട് സമ്പുഷ്ടമാണ് ക്യുക്കുംബർ. വിറ്റമിൻ ഇ, സി, കെ, ഇ, എ എന്നിവ ഇതിലടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇരുമ്പ്, പൊട്ടാസ്യം, ഫോളേറ്റ്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ ഉയർന്ന ഫൈബർ ഇതിലുണ്ട്. ഇത് വയറ് നിറഞ്ഞതായി തോന്നുകയും ഇതിലൂടെ അനാവശ്യമായ ഭക്ഷണത്തിനോടുള്ള ആസക്തി കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ നമുക്ക് ശരീരഭാരം കുറയ്ക്കുവാനും സാധിക്കുന്നു. ശരീരഭാരം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്യുക്കുംബർ ജ്യൂസ് വളരെ ഉത്തമമാണ്. കാരണം ഇതിൽ കലോറി കുറവാണ്. ഇത് കൂടാതെ ക്യുക്കുംബറിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ക്യാൻസർ, സന്ധിവാതം തുടങ്ങിയ അസുഖങ്ങൾക്കും ഇതൊരു ശാശ്വത പരിഹാരമാണ്. ക്യുക്കുംബർ ജ്യൂസ് സ്ഥിരമായി കുടിക്കുന്നതിലൂടെ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാമെന്ന് ആയുർവേദ വിദഗ്ധർ പറയുന്നു. നിർജ്ജലീകരണ പ്രശ്നമുള്ളവർക്ക് ക്യുക്കുംബർ ജ്യൂസ് നല്ലതാണ്. ഇതിലെ വെള്ളത്തിന്റെ ഭൂരിഭാഗവും ഹൈഡ്രേറ്റ് ആയി സൂക്ഷിക്കുന്നു. പ്രത്യേകിച്ച് പ്രതിരോധശേഷി കുറവുള്ളവർക്ക് ഈ ജ്യൂസ് കുടിച്ചാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാം. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുവാൻ സഹായിക്കുന്നു. ഈ ജ്യൂസിന് ആരോഗ്യ ഗുണങ്ങൾ മാത്രമല്ല സൗന്ദര്യവർദ്ധക ഗുണങ്ങളുമുണ്ട്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ചർമ്മകോശങ്ങൾ നശിക്കുന്നത് തടയുകയും ചുളിവുകൾ തടയുവാനും അതിലൂടെ ചെറുപ്പമായി കാണാനും സഹായിക്കുന്നു. ക്യുക്കുംബർ ജ്യൂസിന് ഡയൂററ്റിക് ഗുണങ്ങളുമുണ്ട്. ഇത് മൂത്രം നന്നായി പോകുവാനും മൂത്രാശയ അണുബാധയിൽ നിന്ന് മുക്തി നേടുവാനും സഹായിക്കുന്നു. നമ്മുടെ ആരോഗ്യത്തിന് ഇത്രയേറെ ഗുണം ചെയ്യുന്ന ക്യുക്കുംബർ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം. വരൂ. ഒരു ക്യുക്കുംബർ എടുത്ത് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിക്കുക. ഈ കഷ്ണങ്ങളെല്ലാം ഒരു ബ്ലെൻഡറിലിട്ട് നന്നായി അടിച്ചെടുക്കുക. ഇതിനുശേഷം ഈ നീര് നന്നായി അരിച്ചെടുത്ത് വെറും വയറ്റിൽ രാവിലെ കഴിക്കുക. ആമാശയവും കുടൽ സംബന്ധവുമായ രോഗങ്ങളുള്ളവരും കുക്കുംബർ അലർജി ഉള്ളവരും ഈ ജ്യൂസ് കഴിക്കാതിരിക്കുക.